ഇത് റിഡ്ജസ് ഹോട്ടൽ. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കൽഗൂർലി എന്ന ഖനി നഗരത്തിലാണിത്. ഈ നഗരത്തിൽ ഇന്നലെ രാത്രിയിലെത്തിയതാണ് ഞങ്ങൾ. ഇന്നലെ ദീർഘമായ ഓട്ടത്തിൽ വണ്ടിയാകെ വൃത്തികേടായിരിക്കുന്നു. പക്ഷേ രാവിലെ അത് ക്ലീൻ ചെയ്യാൻ നേരമില്ല. സമയം 7:30 8 മണിയാകുമ്പോൾ ഒരു ടൂറിനു വേണ്ടി ഞങ്ങളോട് ടൗണിലെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൽഗൂർലിയുടെ പ്രധാന സ്ട്രീറ്റിലേക്ക്, ടൗണിലേക്ക് പോവുകയാണ്. പാതയോരത്ത് ഇങ്ങനെയുള്ള വീടുകളുണ്ട്. സമ്പന്ന വീടുകളൊന്നുമല്ല, സാധാരണക്കാരുടെ വീടുകൾ. സ്വർണ്ണഖനിയുടെ നഗരമാണിത്. അതുകൊണ്ട് തന്നെ ഖനിയുമായി ബന്ധപ്പെട്ട പലതരം തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ ഇവിടെയുണ്ട്. അവരുടെ താമസയിടങ്ങളാണ് ഇതെല്ലാം. ഓഫീസ് വർക്കുകൾ, സ്റ്റാഫ് മാനേജ്മെന്റ്, ഗതാഗതം, ഖനിയുമായി ബന്ധപ്പെട്ട മറ്റു ജോലികൾ എന്നിങ്ങനെ പലതും ചെയ്യുന്നവരുടെ വീടുകൾ. ഖനിക്ക് വേണ്ട അനുബന്ധ സർവീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളും അവയുടെ ഓഫീസുകളും. പരന്നു കിടക്കുന്ന ഒരു നഗരമാണ് കൽഗൂർലി. കൽഗൂർലി ബോൾഡർ എന്നാണ് ഈ പട്ടണത്തിന്റെ ഔദ്യോഗിക നാമം. വലതുഭാഗത്ത് ഇക്കാണുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ കെട്ടിടങ്ങളാണ്. ഇവിടുത്തെ കർട്ടിംഗ് യൂണിവേഴ്സിറ്റിയാണ് ഇത്. മൈനിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ യൂണിവേഴ്സിറ്റി ഇതാണ്. കർട്ടിംഗ് യൂണിവേഴ്സിറ്റി വെസ്റ്റേൺ ഓസ്ട്രേലിയ സ്കൂൾ ഓഫ് മൈൻ എന്നാണ് അതിന്റെ മുഴുവൻ പേര്. ധാരാളം മലയാളി വിദ്യാർത്ഥികളും അവിടെയുണ്ട്. കേരളത്തിൽ നിന്ന് വന്ന് പഠിക്കുന്നവരും ഇവിടെ തന്നെയുള്ള മലയാളികളുടെ കുട്ടികളും. വലിയ ജോലി സാധ്യതയുള്ള മേഖലയാണ് മൈൻ ടെക്നോളജിയുടേത്. കാർ ഇപ്പോൾ ഇവിടുത്തെ ഹന്നാൻ സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. കൽഗൂർലിയിലെ പ്രധാന തെരുവുകളിലൊന്നാണ് ഹന്നാൻ സ്ട്രീറ്റ്. ഇതുവഴി പോകുമ്പോൾ കാണുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തെ ശൈലിയിലുള്ള കെട്ടിടങ്ങളാണ്. മാർക്കറ്റും കടകളും മറ്റു സ്ഥാപനങ്ങളുമെല്ലാം ഇതിലുണ്ട്. 100 വർഷം മുൻപ് ഓസ്ട്രേലിയയിലെ ഒരു കൊളോണിയൽ പട്ടണം എങ്ങനെയായിരുന്നു എന്നറിയാൻ ഇത് കണ്ടാൽ മതി. ചേംബർ ഓഫ് കൊമേഴ്സ്, സിറ്റി ഹാൾ എന്നിങ്ങനെ പലവിധ സ്ഥാപനങ്ങൾ. എല്ലാം ബ്രിട്ടീഷ് കൊളോണിയൽ കാല നിർമ്മിതികൾ തന്നെ. ഇന്ത്യയിലുമുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ. നമ്മളത് തകർത്തു കളഞ്ഞപ്പോൾ ഇവർ അതെല്ലാം സംരക്ഷിച്ചു നിലനിർത്തി. അതാണ് വ്യത്യാസം. ഏച്ചുകെട്ടലുകൾ ഒന്നുമില്ല ഈ നഗരത്തിൽ. ബ്രിട്ടീഷുകാർ പണിതാണ് ഈ നഗരവും ഇന്ത്യയിലെ പല നഗരങ്ങളും. പക്ഷേ ഇന്ത്യയിലെ നഗരങ്ങൾ മിക്കതും വൃത്തികേട് നിറഞ്ഞതായിപ്പോയി. ഇവരാകട്ടെ ചരിത്രത്തോട് നീതി പുലർത്തി അതെല്ലാം സംരക്ഷിച്ച് നിലനിർത്തുന്നു. രസകരമാണ് ഈ കെട്ടിടങ്ങളുടെ കാഴ്ച തന്നെ. ഇവിടെ ഒരിടത്ത് വണ്ടി കൊണ്ടുചെന്ന് നിർത്തുകയാണ്. കൽഗൂർലി ടൂർസ് ആൻഡ് ചാർട്ടേഴ്സ് എന്ന് ബോർഡ് വെച്ച ഒരു സ്ഥാപനം. അവിടെയാണ് ഞങ്ങൾ ടൂർ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ഖനി കാണാനാണ് യാത്ര. ഇവിടെ നിന്ന് എല്ലാ ദിവസവും 1.5 മണിക്കൂർ നീളുന്ന ഒരു ടൂറുണ്ട്. സ്വർണം കുഴിച്ചെടുക്കുന്ന ഖനിയിലെ കാഴ്ച കാണാൻ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ ചെന്നപ്പോൾ ഞാൻ സ്വർണ്ണഖനികൾ സന്ദർശിച്ചിരുന്നു. ആ ഒരു ഓർമ്മയിലാണ് ഇവിടെയും സ്വർണ്ണഖനികൾ കാണാൻ പോകുന്നത്. ടിക്കറ്റ് നേരത്തെ എടുത്തിട്ടുണ്ട്. ടൂർ കമ്പനി ഓഫീസിൽ അത് കാണിച്ചപ്പോൾ നേരെ മുന്നോട്ട് നടന്നോളാൻ പറഞ്ഞു. സൂപ്പർ പിറ്റ് ടൂർ എന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ടൂറിന്റെ പേര്. ഒരു ബസ് എത്തി. ഞങ്ങൾക്ക് പോകാനുള്ള ദ സൂപ്പർ പിറ്റ് ടൂർ ബസ്, ടൂറിസ്റ്റ് ബസ് നമ്പർ 2. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു സായിപ്പുണ്ട്. തനി സായിപ്പാണ്. ഇന്ത്യക്കാരോട് തീർത്തും പുച്ഛം. ബസ് പുറപ്പെട്ടു. ചേംബർ ഓഫ് കൊമേഴ്സും അതുപോലെയുള്ള പഴയ കെട്ടിടങ്ങളുമെല്ലാമായി കൽഗൂർലി നഗരത്തിന്റെ കൊളോണിയൽ പ്രൗഢി ഇതിലെ ഇങ്ങനെ പോകുമ്പോൾ കാണാം. പഴയ കാലത്തെ പല സ്ഥാപനങ്ങളുടെയും പേരുകൾ വായിച്ചങ്ങനെ പോവുകയാണ്. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തും മുൻപ് വിജനമായൊരു പ്രദേശമായിരുന്നു ഇവിടം. സ്വർണ്ണവേട്ടക്കാരുടെ വരവോടെ ജനസംഖ്യ പടിപടിയായി ഉയർന്നു. 1898-ൽ 2000 പേരാണ് ഈ പട്ടണത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ 1901 ആയപ്പോഴേക്കും ജനസംഖ്യ 5000 അടുത്ത 2 വർഷം കൊണ്ട് 7000 പേരായി ഈ നഗരത്തിലെ നിവാസികൾ. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ സ്വർണ്ണ നിക്ഷേപത്തെപ്പറ്റി കേട്ടറിഞ്ഞ ഇംഗ്ലീഷുകാരും അയർലൻഡുകാരുമെല്ലാം ഇവിടേക്ക് ഒഴുകുകയായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത് കൊള്ളക്കാർ മുതൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് വരെ ധാരാളമുള്ള ഒരു നഗരമായിരുന്നു കൽഗൂർലി. ഗോൾഡ് ഫീൽഡ്സ് ഹൈവേ എന്ന ഒരു പാതയിലേക്ക് ബസ് കയറി. ഈ നഗരത്തോട് ചേർന്ന് തന്നെയാണ് ഖനികൾ പ്രവർത്തിക്കുന്നത്.
കുറച്ചുകൂടി ചെന്നപ്പോഴേക്കും ഖനിയുടെ ഭാഗമായ ചില ടവറുകളൊക്കെ കണ്ടു തുടങ്ങി. 1989, Ellen Bond came യാത്രക്കിടയിൽ ഡ്രൈവർ എന്തെല്ലാമോ വിവരിക്കുന്നുണ്ട്. അത് പക്ഷേ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് മനസ്സിലാവാത്ത ഇംഗ്ലീഷാണ്. ഇവിടുത്തെ സ്ഥിരവാസികൾക്കെല്ലാം മനസ്സിലാകുമായിരിക്കാം. ഖനികളുമായി ബന്ധപ്പെട്ട് 42 കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് കൽഗൂർലിയിൽ. അതിൽ 17 എണ്ണത്തോളം സ്വർണം ഖനനം ചെയ്യുന്നവയാണ്. മറ്റുള്ളവ ഖനിക്കുള്ള അനുബന്ധ സേവനങ്ങൾ നൽകുന്ന കമ്പനികളും. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആളുകൾ തോന്നുന്നിടത്തെല്ലാം കുഴിച്ച് സ്വർണമെടുക്കുന്ന ഒരു പരിപാടിയുണ്ടായിരുന്നു ഇവിടെ. കിട്ടുന്നത്രയും സ്വർണം സ്വന്തമാക്കുകയായിരുന്നു അന്ന് അവരുടെയെല്ലാം ലക്ഷ്യം. കുന്നുകയറിയെത്തുമ്പോൾ ഒരു ഭാഗത്ത് തട്ടുതിരിച്ചുള്ള പ്രദേശങ്ങൾ കാണാം. അതെല്ലാം സ്വർണത്തിനായി പാറ പൊട്ടിച്ചെടുത്ത പ്രദേശങ്ങളാണ്. പൊട്ടിച്ച പാറയും അരിഞ്ഞിറക്കിയ കുന്നുകളും ഇപ്പോൾ കൂടുതൽ വ്യക്തതയോടെ കാണാം. അതിവിശാലമായ ഒരു പ്രദേശം. എത്രയോ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു കുഴി. അതിന്റെ വക്കിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ടൺ കണക്കിന് സ്വർണം ഖനനം ചെയ്തെടുക്കുന്ന സ്ഥലമാണിത്. ഇവിടെ കുന്നിൻ മുകളിൽ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. അവിടെ ഒരിടത്ത് വണ്ടി കൊണ്ടുചെന്ന് നിർത്തി ഡ്രൈവർ ആദ്യം ചാടിയിറങ്ങി. ഞങ്ങൾ പിറകെയും. സായിപ്പ് ഡ്രൈവർ മുൻപേ നടക്കുന്നു. ഒരു വലിയ മൈതാനത്തിന്റെ അറ്റത്ത് സൂപ്പർ പിറ്റിന്റെ ടൂറിൽ വരുന്നവർക്ക് വെയില് കൊള്ളാതെ നിന്ന് ഖനി കാണാവുന്ന ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ അതിനകത്തേക്ക് കയറി. ഖനിയിൽ നിന്നും ഏറെ അകലെയായാണിത്. ഇടയ്ക്കിടെ ഖനിയിൽ സ്ഫോടനം നടത്താറുണ്ട്. ബ്ലാസ്റ്റിന്റെ സമയത്ത് പാറ തെറിച്ച് ആളുകൾക്ക് പരിക്കേൽക്കാതിരിക്കാനാണ് പൗലിയൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ ഖനി കാണാം. അതിവിസ്തൃതമായ ഒരു ഏരിയയിലാണത്. അകലെ നീങ്ങുന്ന വാഹനങ്ങളുടെ വലിപ്പവുമായി താരതമ്യം ചെയ്താൽ ഖനിയുടെ വിസ്തൃതി ഏകദേശം മനസ്സിലാവും. ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന ഖനിയാണ് ഇത്. അത്ര വിസ്തൃതമായ ഖനി. 64,000 ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു നിൽക്കുകയാണ് സൂപ്പർ പിറ്റിന്റെ മൈനിംഗ് ഏരിയ. 800-ഉം 1000-ഉം ടൺ പാറ കയറ്റുന്ന കൂറ്റൻ ട്രക്കുകൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നു. 100 കണക്കിന് ട്രക്കുകൾ പാറയുമായി നീങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് കാണുന്നതൊന്നുമല്ല ആ ട്രക്കിന്റെ വലിപ്പം. അതിന്റെ ഓരോ ചക്രത്തിനും ഓരോ കാറിനേക്കാൾ വലിപ്പമുണ്ടെന്നോർക്കണം. പണ്ടത്തേതുപോലെ അത്ര റിസ്ക് ഉള്ളതല്ല ഇന്ന് ഇവിടുത്തെ ഖനിത്തൊഴിൽ. പണ്ട് ഭൂമിക്കടിയിലേക്ക് തുരന്നുപോയി പാറ പൊട്ടിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്ന് സംസ്കരിക്കുകയാണ് ചെയ്തിരുന്നത്. ഇന്ന് ഈ വിധമാണ് ഖനനം കൂടുതലും നടക്കുന്നത്. കൂറ്റൻ എക്സ്കവേറ്ററുകൾ കൊണ്ട് മണ്ണും പാറയും വാരിയെടുത്ത് ട്രക്കുകളിൽ നിറയ്ക്കുന്നു. ഈ വരമ്പുകൾ പോലെ കാണുന്നതെല്ലാം ട്രക്കുകൾ ഓടുന്ന വഴികൾ കൂടിയാണ്. തൊഴിലാളികളുടെ എണ്ണം പരമാവധി കുറച്ച് യന്ത്രങ്ങളുടെ എണ്ണം കൂട്ടിയാണ് ഇവിടെ മൈനിംഗ് നടക്കുന്നത്. അതിനുള്ള കൂറ്റൻ യന്ത്രങ്ങൾ കൂടുതലായും എത്തുന്നത് ചൈനയിൽ നിന്നുമാണ്. ആഴ്ചയിൽ 5 ദിവസവും ഇവിടെ ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നോർക്കണം. പണ്ടൊക്കെ ഓരോ പാറയും പൊട്ടിച്ചു നോക്കിയാണ് ഖനിപ്രദേശങ്ങൾ കണ്ടെത്തിയിരുന്നത്. ഇന്ന് അതിന് ആധുനികമായ സംവിധാനങ്ങളുണ്ട്. ഓരോ പ്രദേശത്തിന്റെയും സ്വർണത്തിന്റെ അളവ് തന്നെ കണ്ടെത്താവുന്ന സംവിധാനങ്ങൾ. ജിയോളജിക്കൽ മാപ്പിംഗ് ആണ് ആദ്യത്തെ പരിപാടി. അതിലൂടെ സ്വർണമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുന്നു. തുടർന്ന് ജിയോ കെമിക്കൽ സാമ്പിളിംഗ് എന്ന ഒരു പ്രക്രിയയുണ്ട്. അതിലൂടെ സ്വർണ സാന്നിധ്യത്തിന്റെ വ്യാപ്തി അറിയാനാവും. തുടർന്ന് സ്വർണ നിക്ഷേപത്തിന്റെ ഗുണം, ഗ്രേഡ് എന്നിവ മനസ്സിലാക്കുന്നതിനായി ഡ്രില്ലിംഗ് ആരംഭിക്കുന്നു. ചില സ്ഥലങ്ങൾ ഡ്രില്ലിംഗിന് ശേഷം ഉപേക്ഷിക്കുന്നതാണ് പതിവ്. എന്നാൽ മറ്റു ചിലയിടങ്ങൾ സ്വർണ്ണഖനനത്തിന് ഏറ്റവും അനുയോജ്യമാണെന്ന് കണ്ടെത്തുന്നു. അവിടെ ഖനനം തുടങ്ങുകയും ചെയ്യും. 12 മണിക്കൂറാണ് ഒരു ഖനിയിൽ ഒരു ദിവസം ജോലി നടക്കുക. തൊഴിലാളികൾ പല ഷിഫ്റ്റുകളിലായി ജോലി ചെയ്യുന്നു. ഞങ്ങൾ കുറേ നേരം താഴെയുള്ള ഖനിയുടെ പ്രവർത്തനം കണ്ടുനിന്ന ശേഷം ആ പൗലിയൻ ഷെൽട്ടറിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഈ പോകുന്നതെല്ലാം ഞങ്ങളുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന ആളുകളാണ്. കുറെ ആളുകൾ എല്ലാ ദിവസവും ടൂറിസ്റ്റുകളായി ഇവിടെ എത്തുന്നുണ്ട്. ഈ കിടക്കുന്നത് ഒരു എക്സ്കവേറ്ററിന്റെ ബക്കറ്റാണ്. പാറയും മണ്ണും ഉൾപ്പെടെ 70 ടൺ വസ്തുക്കൾ ഈ ബക്കറ്റ് കൊണ്ട് ഒറ്റ കോരലിൽ എടുക്കാനാവും. അങ്ങനെ ഒരു 10 ബക്കറ്റ് കോരുമ്പോൾ 700 ടണ്ണായി. അതിലെല്ലാം സ്വർണവും ഉണ്ടാകും.
ഞങ്ങൾ ബസ്സിലേക്ക് നടന്നു. കൽഗൂർലിയിൽ ഇതുപോലെയുള്ള കുറെ മൈനുകളുണ്ട്. പല മൈനുകളിലൂടെയും അതിന്റെ പ്രോസസ്സിംഗ് യാർഡുകളിലൂടെയുമൊക്കെ ഈ ബസ്സിൽ പോകാം. പക്ഷേ മൈനിനകത്ത് കൊണ്ടുപോകില്ല. സുരക്ഷിതത്വ പ്രശ്നം കൊണ്ടാകാം മൈനിനുള്ളിൽ സന്ദർശകരെ അനുവദിക്കാത്തത്. പ്രോസസ്സിംഗിൽ സ്വർണം ഇല്ലെന്ന് കണ്ടെത്തിയ പാറയാണ് ഇവിടെയൊക്കെ ഡംപ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ഇവിടെ തന്നെ കൂട്ടിയിടാൻ കാരണമുണ്ട്. ഒരു ഖനിയിലെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിച്ചാൽ പിറ്റുകൾ മൂടിക്കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. അതായത് സ്വർണം എടുത്തു കഴിഞ്ഞ ഖനികളെല്ലാം മൂടണം. ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനു കൂടിയാണ് അത്. ഖനിയുമായി ബന്ധപ്പെട്ട നിരവധി ഇൻഡസ്ട്രികൾ ഈ പട്ടണത്തിലുണ്ട്. എക്സ്കവേറ്ററുകളും മറ്റു വലിയ വാഹനങ്ങളും റിപ്പയർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, വെൽഡിംഗ് കേന്ദ്രങ്ങൾ, സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകൾ എന്നിങ്ങനെ പലതും. ഇവിടെയുള്ള മൈനുകളിൽ ഒന്നൊഴികെ മറ്റൊന്നും ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. സൗത്ത് കൽഗൂർലി ഗോൾഡ് മൈൻ എന്ന കമ്പനി സൗത്ത് ആഫ്രിക്കൻ ഉടമസ്ഥതയിലുള്ളതാണ്. പൂർണ്ണമായും ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് നേരത്തെ ഞങ്ങൾ കണ്ട സൂപ്പർ പിറ്റ്. നോർത്തേൺ സ്റ്റാർ റിസോഴ്സസ് എന്ന മാതൃ കമ്പനിയാണ് സൂപ്പർ പിറ്റ് ഖനി നടത്തുന്നത്. ഇതുകൂടാതെ ഫിനിസൺ ഓപ്പൺ പിറ്റ്, സൗത്ത് കൽഗൂർലി ഗോൾഡ് മൈൻ, ജൂബിലി ഗോൾഡ് മൈൻ തുടങ്ങി വമ്പൻ ഖനികൾ ഇവിടെയുണ്ട്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ താഴെ കാണുന്നത് ഒരു കൺവെയർ ബെൽറ്റാണ്. സ്വർണം അടങ്ങിയ പാറ പൊട്ടിച്ച് ആ ബെൽറ്റിലൂടെയാണ് സംസ്കരണ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏറെ ദൂരം യാത്ര ചെയ്യണം ഒരു ഖനിയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തെത്താൻ. ഇവിടെ വലിയ തോതിൽ ഡീസൽ ആവശ്യമുണ്ട്. അത് കൊണ്ടുവരുന്ന കൂറ്റൻ ട്രക്കുകളും സംഭരിക്കുന്ന ടാങ്കുകളുമൊക്കെയാണ് ഈ കാണുന്നത്. ഇതാണ് സ്വർണ്ണഖനിയിൽ ഉപയോഗിക്കുന്ന ഡംപ് ട്രക്ക്. അതിന്റെ ചക്രത്തിന് തന്നെ 1.5 ആൾ പൊക്കമുണ്ട്. ഡംപ് ട്രക്കുകൾ പലവിധമുണ്ട്. സ്റ്റാൻഡേർഡ് ട്രക്കുകളും ഹെവി ഡ്യൂട്ടി ട്രക്കുകളും എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി ട്രക്കുകളുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. അങ്ങകലെ നിന്നും ഒരു ഡംപ് ട്രക്ക് ഓടി വരുന്നു. ചന്ദ്രന്റെയോ ചൊവ്വായുടെയോ പ്രതലത്തിലൂടെ ഒരു റോവർ ഓടി വരുന്നത് പോലെയാണ് തോന്നുക. എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി ഡംപ് ട്രക്ക്. വളരെ പവർഫുൾ ആയ എഞ്ചിനും ഹെവി ഡ്യൂട്ടി സസ്പെൻഷനുകളുമൊക്കെയാണ് അതിനുള്ളത്. യാത്ര തുടരുമ്പോൾ ചിലയിടത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം. പുതിയൊരു പ്രോസസ്സിംഗ് പ്ലാന്റിന്റെ പണി നടക്കുകയാണ്. എല്ലാ മൈനിംഗ് കമ്പനികൾക്കും ഒരു പിറ്റിനോടനുബന്ധിച്ച് 2-3 പ്രോസസ്സിംഗ് സെന്ററുകൾ ഉണ്ടാകും. മൈനുകളിൽ നിന്നും പൊട്ടിച്ചു കൊണ്ടുവരുന്ന പാറ ഇവിടേക്കാണ് എത്തിക്കുക. കുറച്ചുകൂടി ചെല്ലുമ്പോൾ കൂറ്റൻ ടയറുകൾ കൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഉപയോഗം കഴിഞ്ഞ ടയറുകളായിരിക്കണം. ഭീമാകാരൻ ടയറുകൾ. 13 അടി വരെ വ്യാസമുണ്ടായിരിക്കും ഡംപ് ട്രക്കിന്റെ ടയറുകൾക്ക്. ചെറിയ വിലയൊന്നുമല്ല ഇതിന്. 12 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ വിലയുള്ള ടയറുകൾ ഡംപ് ട്രക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒറ്റ ടയറിന്റെ വിലയാണ് അതെന്നോർക്കണം. അതായത് നമ്മുടെ ഒരു SUV വാഹനത്തിന്റെ വില വരും ഡംപ് ട്രക്കിന്റെ ടയറുകൾക്ക്. ചൈനയാണ് ലോകത്തെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉൽപാദകർ. ആ ടയറുകൾ ഞങ്ങളെ ഒന്ന് കാണിക്കുന്നതിനായി ബസ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഡ്രൈവർ. ഇവിടെ ഡംപ് ട്രക്കിന്റെ ഡംപ് ബെഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പിൻഭാഗമാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. ഭീമാകാരമുള്ള ഡംപ് ബെഡ്. സാധാരണ ഒരു ടിപ്പറിനകത്ത് കൊള്ളുന്നതിന്റെ 50-100 മടങ്ങ് വസ്തുക്കൾ ഇതിൽ കൊള്ളും. അതിശക്തമായ ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ചാണ് ഈ ഡംപ് ബെഡ് ഉയർത്തുക. അതിന്റെ എല്ലാം വലിയൊരു യാർഡാണിത്. കൂറ്റൻ വാഹന ഭാഗങ്ങളുടെ യാർഡ്. അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഇവിടെ പഴയ കുറെ ചക്രങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉപയോഗം എന്തായിരിക്കുമെന്ന് മനസ്സിലാകുന്നില്ല. കടൽ ഭിത്തി നിർമ്മിക്കാനോ മറ്റോ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. കുറെ ടാങ്കുകളും കുഴലുകളുമൊക്കെയുള്ള ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതിവിടുത്തെ മിനറൽ പ്രോസസ്സിംഗ് കേന്ദ്രമാണ്. സ്വർണ്ണ നിക്ഷേപമുള്ള പാറ ക്രഷിംഗ് പ്ലാന്റുകളിൽ വെച്ച് പൊടിച്ച് മിനറൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെത്തിക്കും. ഇവിടെ വെച്ചാണ് കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ സ്വർണം വേർതിരിക്കുക.
കൂറ്റൻ ഫെസിലിറ്റികളാണ് എല്ലാം. പുതിയ പ്ലാന്റിന്റെ പണി നടക്കുന്നതേയുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഭംഗിയുമില്ലാത്തത്. ചിലയിടത്ത് മുകളിൽ തൊഴിലാളികൾ നിന്ന് പണിയെടുക്കുന്നത് കാണാം. 3 പ്രധാന പ്ലാന്റുകളാണ് ഇവിടെയുള്ളത്. ഹിമിസ്റ്റൺ പ്രോസസിംഗ് പ്ലാന്റ് എന്നാണ് ഇതിന്റെ പേര്. പ്രോസസിംഗ് പ്ലാന്റുകളിൽ നിന്നും പൈപ്പ് ലൈൻ വഴി സ്വർണമടങ്ങിയ പൊടി ഗിഡ്ജി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഫൈനൽ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് എത്തിക്കുന്നതാണ് പതിവ്. ഇപ്പോൾ പ്രതിവർഷം സൂപ്പർ പിറ്റ് ഖനിയിൽ നിന്നും 14-15 ടൺ സ്വർണമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സമീപഭാവിയിൽ അത് വർഷം തോറും 25 ടൺ ആക്കുകയാണ് ലക്ഷ്യം. പുതിയ പ്ലാന്റുകളുടെ നിർമ്മാണം നടക്കുന്നത് ഇവിടുത്തെ സ്വർണ്ണ നിക്ഷേപങ്ങൾ തീരുന്നില്ല എന്നതിന്റെ സൂചന തന്നെയാണ്. അതിനുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കൽഗൂർലിയിലെ സ്വർണ്ണ ഖനന മേഖലയിൽ 25,000-ഓളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ കുറെ പേർ മലയാളികളുമാണ്. ട്രക്കുകളുടെയും എക്സ്കവേറ്ററുകളുടെയും മറ്റും ഡ്രൈവർമാരായിട്ടാണ് കൂടുതൽ മലയാളികളും ജോലി ചെയ്യുന്നത്. ആ ജോലിക്ക് ഇവിടെ വലിയ ശമ്പളം കിട്ടും. ബസ് നിന്നു. ആദ്യം ഇറങ്ങിപ്പോയ ഡ്രൈവർ വണ്ടിയുടെ ലഗേജ് കമ്പാർട്ട്മെന്റിൽ നിന്നും കുറെ ഹെൽമറ്റുകൾ എടുത്തുകൊണ്ടുവന്നു. KCGM സൂപ്പർ പിറ്റിന്റെ മറ്റൊരു ഖനിയാണിത്. ഇവിടെ എന്തിനാണ് ഹെൽമറ്റ് വെക്കുന്നതെന്ന് മനസ്സിലായില്ല. വമ്പനൊരു മൈൻ, അണ്ടർഗ്രൗണ്ട് പിറ്റാണ് ഇവിടുത്തേത്. ഭൂമി വെട്ടിയിറക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി ഡംപ് ട്രക്ക് പാറയുമായി വരുന്നു. ഈ പിറ്റിൽ വലിയ 2 ഗുഹാ കവാടങ്ങളുണ്ട്. അതിലൂടെ ഭൂഗർഭത്തിലേക്ക് പോകാം. അതിനകത്തേക്ക് വൈദ്യുതിയും വായുവും ശുദ്ധജലവുമൊക്കെ കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് ഈ കിടക്കുന്നത്. ഈ ഗുഹ കടന്നാൽ ഭൂഗർഭത്തിലെ വലിയൊരു ലോകം തന്നെയാണ് കാണാനാവുക. സ്വർണം അടങ്ങിയ പാറയുമായാണ് ഈ ട്രക്ക് നീങ്ങുന്നത്. 5-6 പവൻ സ്വർണമെങ്കിലും കുറഞ്ഞത് ആ ഓരോ ലോഡ് പാറയിലും കാണും. ചിലപ്പോൾ അതിലധികവും ഉണ്ടാവും. ഇത്തരം ഓരോ ട്രക്കും വരുന്നത് കുറഞ്ഞത് 4 ലക്ഷം രൂപയുടെയെങ്കിലും സ്വർണവുമായാണ്. അങ്ങനെ 100 കണക്കിന് ട്രക്കുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. ഭൂഗർഭത്തിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു വഴി മാത്രമാണ് ഖനിയുടെ ഈ ഭാഗം. ട്രക്കുകൾ കവാടത്തിലൂടെ ടണലിലേക്ക് കയറിപ്പോകുന്നു. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പാറ പൊട്ടിക്കലും നീക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ളിൽ. എൻട്രൻസ് ചെറുതാണെങ്കിലും ട്രക്കുകൾ തിരിക്കാൻ വരെയുള്ള സൗകര്യം ആ ഗുഹയ്ക്കുള്ളിലുണ്ട്. ജോലികൾ കൂടുതൽ എളുപ്പം നേരത്തെ കണ്ട തരം ഓപ്പൺ പിറ്റുകളിലാണെങ്കിൽ സ്വർണം കൂടുതൽ ലഭിക്കുന്നത് ഇവിടെയുള്ള തരം അണ്ടർഗ്രൗണ്ട് പിറ്റുകളിൽ നിന്നാണ്. അണ്ടർഗ്രൗണ്ട് പിറ്റിൽ ജോലിയെടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും. അപകട സാധ്യത കൂടുതലുമാണ്. റെജി ഇവിടെ ആദ്യമായി വരുന്നതാണ്. അലക്സ് ആകട്ടെ ഇവിടെ ജോലി ചെയ്തിരുന്നയാളാണ്. അതിന്റെ കഥകൾ അലക്സ് പറയുന്നുമുണ്ട്. ഒരു ട്രക്ക് ഇറങ്ങി വരുമ്പോൾ മറ്റൊന്ന് ഗുഹയിലേക്ക് കയറിപ്പോകുന്നു. ഇവിടെ നിന്ന് കാണുമ്പോൾ കളിപ്പാട്ടങ്ങൾ പോലെ തോന്നുമെങ്കിലും ഈ ട്രക്കുകൾ ഒരു വമ്പൻ സംഭവം തന്നെയാണ്. ഇതിൽ മുന്നിലൊരു ഭാഗത്ത് ഉയർന്നു നിൽക്കുന്നതാണ് ഡ്രൈവറുടെ ക്യാബിൻ. ഇപ്പോൾ ട്രക്കിലെ ഡ്രൈവറെ ക്യാബിനിൽ കൂടുതൽ വ്യക്തമായി കാണാം. ക്യാബിൻ ഒഴികെ മുൻഭാഗത്ത് കാണുന്നത് മുഴുവൻ എഞ്ചിനും അനുബന്ധ സംവിധാനങ്ങളുമാണ്. പ്രത്യേകമായൊരു ലോകം തന്നെയാണ് സ്വർണ്ണഖനികൾ. അവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ടു നിൽക്കുന്നതാകട്ടെ ഏറെ കൗതുകകരവും. ഞങ്ങൾ ആ കാഴ്ചയൊക്കെ കണ്ടു. ഗൈഡ് പറഞ്ഞതൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. അയാൾ എന്തെല്ലാമോ പറഞ്ഞു. പിന്നെ ഹെൽമറ്റ് ഊരിവെച്ച് തൊപ്പിയിട്ട് ഡ്രൈവർ സീറ്റിലേക്ക് ഇരിക്കുകയും ചെയ്തു. ഞങ്ങൾ സംശയം ചോദിച്ചപ്പോഴൊക്കെ വ്യക്തമായ ഉത്തരം തരാതിരിക്കാൻ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ടെമ്പററിയായി ഈ ജോലിക്ക് കയറിയ ആളായിരിക്കണം. ജോലിയിൽ വലിയ താല്പര്യമൊന്നുമില്ല. ബസ് യാത്ര തുടരുകയാണ്. പലയിടത്തും വലിയ കെട്ടിടങ്ങൾ കാണാം. തൊഴിലാളികളുടെ താമസയിടങ്ങളോ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളോ ആയിരിക്കാം. 2035 വരെ ഖനനം ചെയ്തെടുക്കാനുള്ള സ്വർണം മാത്രമേ കൽഗൂർലിയിൽ അവശേഷിക്കുന്നുള്ളൂ എന്നായിരുന്നു ഒരു ദശകം മുൻപ് വരെയുള്ള നിഗമനം. എന്നാൽ സമീപ വർഷങ്ങളിൽ നടന്ന ജിയോ കെമിക്കൽ സാമ്പിളിംഗിലൂടെ 2050 വരെയെങ്കിലും വലിയ തോതിൽ ഖനനം നടത്താനുള്ള സ്വർണം ഇവിടെ അവശേഷിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ 2024 പ്രവർത്തനം തുടങ്ങിയ ഒരു മൈനിൽ നിന്നും ആദ്യത്തെ സ്വർണ്ണക്കട്ടി പുറത്തുവന്നത് 2025 ആദ്യ മാസങ്ങളിലാണ്. ഇവിടുത്തെ സ്വർണ്ണഖനനം അവസാനിക്കുന്നതോടെ
കൽഗൂർലി എന്ന പട്ടണത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും നഷ്ടമാകും എന്നതാണ് മറ്റൊരു കാര്യം. വലിയ ഖനികൾ ഉപേക്ഷിക്കപ്പെട്ട എല്ലായിടത്തും അതിനോട് അനുബന്ധമായി ഉണ്ടായിരുന്ന പട്ടണങ്ങൾ വിജനമായതാണ് ചരിത്രം. കൽഗൂർലിയിലെ ഖനികളിൽ നിന്നും എടുക്കുന്ന സ്വർണം ഏറ്റവും ശുദ്ധമാക്കിയല്ല ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത്. സംസ്കരിച്ചെടുക്കുന്ന സ്വർണം കട്ടികളാക്കി ഇവിടെ നിന്നും പെർത്ത് തുറമുഖത്തെത്തിക്കുന്നു. അവിടെ നിന്നും കണ്ടെയ്നറുകളിൽ അത് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകും. സിംഗപ്പൂരിൽ വെച്ചാണ് പ്രോസസ് ചെയ്ത് അത് ഏറ്റവും ശുദ്ധമായ സ്വർണമാക്കി മാറ്റുന്നത്. ഞങ്ങളുടെ ഗോൾഡ് മൈൻ ടൂർ അവസാനിക്കുകയാണ്. കൃത്യം 1.5 മണിക്കൂർ കഴിഞ്ഞതോടെ ബസ് യാത്ര തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തി. നേരം രാവിലെ 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. മറ്റു പല കാഴ്ചകളിലേക്കും പോവുകയും വേണം.